മുംബൈ തുടർച്ചയായി തോൽക്കുമ്പോഴും ടീമിൽ അഴിച്ചുപണി നടത്തില്ലെന്നും സീനിയർ താരങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും മുംബൈ ഇന്ത്യൻസ് ഹെഡ് കോച്ച് മഹേല ജയവർധന. റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരിനെതിരായ തോൽവിക്ക് ശേഷമായിരുന്നു ജയവർധനയുടെ പ്രതികരണം. ടീമിൽ മാറ്റം വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജയവും തോൽവിയുമൊക്കെ ക്രിക്കറ്റിൽ സ്വാഭാവികമാണ്. സീനിയർ താരങ്ങൾ നിറം മങ്ങിയെന്നത് സത്യമാണ്. പക്ഷേ അവരെ പരിപൂർണമായി പിന്തുണയ്ക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അവരുടെ കഴിവിൽ ആർക്കും സംശയമുണ്ടാകാനിടയില്ല. ഫോമിലാകാൻ അവർക്ക് അല്പം കൂടി സമയം നൽകണം. ഫോമിലായാൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണെന്ന് കഴിഞ്ഞ സീസണുകളിൽ നമ്മൾ കണ്ടതാണ്. രോഹിത് ശർമ്മ ടീമിലെ ഏറ്റവും അനുഭവസമ്പത്തുള്ളയാളാണ്. ടീമിന് മികച്ച തുടക്കം നൽകാനാണ് അദ്ദേഹം എല്ലാ മത്സരങ്ങളിലും ശ്രമിക്കുന്നത്. മുംബൈക്ക് എക്കാലത്തെയും മികച്ച താരനിരകൾ ഉണ്ടായിട്ടും തുടർച്ചയായ തോൽവികൾക്ക് പിന്നാലെയാണ് ഹെഡ് കോച്ച് ജയവർധന പ്രതികരിച്ചത്. മുംബൈ ഇന്ത്യൻസ് എന്ന ടീമിനെ ട്രോളുകൾ കൊണ്ടും അല്ലാതെയും ഹേറ്റേഴ്സ് എഴുതിത്തള്ളി എന്ന് തന്നെ പറയാം. എന്നാൽ അങ്ങനെ എഴുതിത്തള്ളാൻ പെട്ടെന്ന് പറ്റുന്ന ടീമല്ല മുംബൈ ഇന്ത്യൻസ്. പല സീസണുകളിലും തുടർച്ചയായ തോൽവി നേരിട്ടിട്ട് കപ്പ് ഉയർത്തിയവരാണ് മുംബൈ. 2015 തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. അന്ന് പുറത്തായി എന്ന ഘട്ടത്തിൽ നിന്നാണ് മുംബൈ കപ്പ് ഉയർത്തിയത്. അതുകൂടാതെ IPL-ൽ 5 തവണ കപ്പ് ഉയർത്തിയവരാണ് മുംബൈ ഇന്ത്യൻസ്. പക്ഷേ അപ്പോൾ എല്ലാം മുംബൈയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെയായിരുന്നു. രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കിയപ്പോൾ തന്നെ ടീമിന് തിരിച്ചടിയായി എന്ന് തന്നെ നമുക്ക് പറയാം. 2024-ൽ ഹാർദിക്കിന്റെ മുമ്പിൽ മുംബൈ മികച്ച പ്രകടനം നടത്താൻ സാധിച്ചില്ല. 2025 മെഗാ ഓഷനിലൂടെ നല്ല താരനിരകളെ മുംബൈ വിളിച്ചെടുത്തിട്ടുണ്ട്. വിഘ്നേഷ് പുത്തൂർ പോലുള്ള യുവതാരങ്ങളെയും മുംബൈ വിളിച്ചെടുത്തു. ജയവർധന ഹെഡ് കോച്ചായിട്ട് തിരിച്ചു വന്നു. പക്ഷേ ഫിനിഷ് ചെയ്യാനും ബൗണ്ടറി ലൈനുകളിൽ നിന്ന് മനോഹരമായ ക്യാച്ചുകൾ എടുക്കാൻ പൊള്ളാഡ് പോലുള്ള താരമില്ലാത്തത് മുംബൈക്ക് തിരിച്ചടിയാണ്. കഴിഞ്ഞ 2 കളികളിലും ഫിനിഷിങ്ങിലാണ് മുംബൈ പരാജയപ്പെട്ടത്. പക്ഷേ ബാംഗ്ലൂരിനെതിരെ മുംബൈയുടെ കളി ആരാധകർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഹെഡ് കോച്ച് ജയവർധന പറഞ്ഞ പോലെ ഫോമിലായാൽ മുംബൈ താരങ്ങളെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. ചരിത്രം പറയുന്നതും അതാണ്. മുംബൈ തിരിച്ചു വരും, കപ്പടിക്കും.